പല പല ആഗ്രഹങ്ങളുമായാണ് വിദ്യാർത്ഥികൾ പഠനം ആഗ്രഹിക്കുന്നത്. ചിലർക്ക് ഒരുപക്ഷെ MBBS ബിരുദമാകാം സ്വപ്നം, ചിലർക്കത് ബിടെക് ആകാം. എന്നാൽ മറ്റു ചിലർക്ക് ഒരുപക്ഷെ ബിടെക്കും അല്ല, ഈ പറഞ്ഞ MBBSും അല്ല, ഒരു നല്ല ഏറ്റവും മികച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ ബേസിക് സയൻസ് പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. സർ, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ചതാണ് നൈസർ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ സിറ്റുവേഷൻ? നൈസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ. ഇത് പ്രൈം മിനിസ്റ്റർ ഓഫീസിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ. അത് 2 ക്യാമ്പസുകൾ നമുക്ക് പറയാം. ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി DIയുടെ ഒരു വിങ്ങുണ്ട്. ഓക്കെ. അവിടെ സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് CEBS എന്ന് പറഞ്ഞൊരു ക്യാമ്പസ് അവിടെയുണ്ട്. അതുകൂടാതെ ഇവിടെ സീറ്റുകളുടെ എണ്ണം കുറവാണ്. ഏകദേശം 57 സീറ്റുകൾ മാത്രമേ ഈ പറഞ്ഞ മുംബൈ CEBS സ്കീമിൽ വരുന്നുള്ളൂ. അതേസമയം രണ്ടാമത്തെ ക്യാമ്പസ് ഭുവനേശ്വറിലാണ്. ഭുവനേശ്വറിലെ ക്യാമ്പസ് അത്യാവശ്യം വലിയൊരു ക്യാമ്പസുമാണ്. അവിടെ 200 സീറ്റുകൾ അവൈലബിൾ ആണ്. അതായത് ആകെ ഏകദേശം ഒരു 260 സീറ്റുകൾ മാത്രമേ ഈ ഒരു സ്കീമിലുള്ളൂ. ഇവിടെയുള്ള പ്രോഗ്രാമുകൾ ഇൻ്റഗ്രേറ്റഡ് MSc ആണ്. ഇൻ്റഗ്രേറ്റഡ് MScയിൽ ഈ പറയുന്ന ഭുവനേശ്വറിൽ നമുക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 50 വീതം, അങ്ങനെയാണ് 200 വരുന്നത്. അപ്പോൾ ഈ 2 ക്യാമ്പസുകളിലാണ് നൈസർ സ്ഥിതി ചെയ്യുന്നത്. 2 നൈസറാന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു യുണീക്നെസ് നമുക്ക് പറയാവുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണ്. ഈ നൈസറിലെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കൊടുക്കുന്നത്. പിന്നെ തന്നെയുമല്ല, അറ്റോമിക് എനർജിയുടെ ഫണ്ടിങ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തന്നെയുമല്ല, ഈ മുംബൈ ക്യാമ്പസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മുംബൈ ക്യാമ്പസും 2 ക്യാമ്പസും നല്ലതാണ്. നമ്മൾ മുംബൈ ഞാൻ എടുത്തു പറയാനുള്ളൊരു കാരണം, അവിടെ നമുക്കറിയാം മുംബൈ IIT ഉണ്ട്, TIFR ഉണ്ട്, അതുപോലെ തന്നെ ബാർക്കുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സയൻറ്റിസ്റ്റുകളുടെ എമിനൻറ്റ് പേഴ്സണാലിറ്റീസൊക്കെ വരാൻ പറ്റുന്ന അവരുടെ ടോക്കുകൾ, അവരുടെ സിമ്പോസിയങ്ങൾ, അവരുടെ സെമിനാറുകളൊക്കെ പങ്കെടുക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവും. കാരണം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. പിന്നെ ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊരു മെറിറ്റ്, ഇവർക്ക് ഇവരുടെ അക്കാഡമിക്സ് വളരെ ഉയർന്നതാണ്. ഒരു 7.5 മുകളിലുള്ള CEP എങ്കിലും വേണം. അവരുടെ അക്കാഡമിക്സും ഇൻ്റർവ്യൂ പെർഫോമൻസും മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ബാർക്കിൻ്റെ ട്രെയിനിങ് സ്കൂളിലേക്ക് ഡയറക്റ്റ് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഒരു പ്ലേസ്മെൻറ്റ് നമുക്ക് പരിഗണിക്കാം. വളരെ നല്ലൊരു പ്ലേസ്മെൻ്റാണ്, ഒരു ഡ്രീം പ്ലേസ്മെൻ്റ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. പൊതുമേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്ലേസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ നമുക്ക് പറയാം. പിന്നെ എടുത്തു പറയാവുന്ന ഒരു പ്രാധാന്യം, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ കൂടുതൽ പൈസ നമുക്ക് പോക്കറ്റിലേക്ക് ഇങ്ങോട്ട് കിട്ടും. കാരണം ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പെർ മന്ത് 2 ക്യാമ്പസിലും 5000 രൂപ പോക്കറ്റ് മണിയാണ്. അതായത് ഒരു വർഷം 60,000 രൂപ കിട്ടും. തന്നെയുമല്ല, സമ്മർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വീണ്ടും ഒരു 20,000 കൂടി കിട്ടാറുണ്ട്. അപ്പോൾ 80,000 രൂപയായി. പക്ഷേ ഫീസ് വളരെ കുറവാണ്. ഫീസ് ക്യാമ്പസ് തമ്മിൽ വ്യത്യാസമുണ്ട്. മുംബൈ ക്യാമ്പസ് ഈ ഫീസ് വളരെ കുറവാണ്. ഒരു 16,000 രൂപയാകുന്നുണ്ട് വർഷം. അതേസമയം ഭുവനേശ്വർ വരുമ്പോൾ 32,000. എങ്കിൽ പോലും നമുക്കറിയാം വളരെ കുറഞ്ഞ ഒരു വ്യത്യാസം ഫീസ് സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു മെറിറ്റായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത്. സാർ, അതുപോലെ തന്നെ ഈ ഒരു ബേസിക് സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഐസർ ആണോ നല്ലത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഐസർ 7 ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നൈസർ ഒന്നേ ഉള്ളൂ. ആ ബ്രാൻഡ് വാല്യൂ ആണോ ശരിക്കും നമുക്കൊരു കമ്പാരിസണിലേക്ക് നയിക്കാൻ പറ്റുന്നത്? അതോ എന്തൊക്കെയാണ് ഐസറിനെ വെച്ച് നോക്കുമ്പം നൈസറിനുള്ളൊരു ബെനിഫിറ്റ്സ്? രണ്ടും റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഇത് രണ്ടിലും പഠിക്കുന്ന കുട്ടികൾ കൂടുതലും അബ്രോഡ് പ്രോജക്റ്റുകൾ ലഭിച്ച് ഫെലോഷിപ്പുകൾ കിട്ടി. US തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജർമ്മനി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ചിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. 2 സ്ഥാപനങ്ങളിൽ നിന്നും കാണുന്നുണ്ട്. പക്ഷേങ്കിൽ നൈസറിൽ അല്പം കൂടി കുട്ടികൾ പ്ലേസ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല പാക്കേജ് അവർക്ക് കിട്ടുന്നുമുണ്ട്. ഐസറിൽ ഈ അടുത്ത നാളുകളിലൊക്കെയാണ് ഒരു പ്ലേസ്മെൻറ്റിൽ അല്പമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ അവർ റിസർച്ച് മാത്രമാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നൈസർ അല്പം കൂടി ഒരു എഡ്ജ് അതിന് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നാലും നമുക്കറിയാം നൈസറിലും വൈസറിലും ചേരുന്ന കുട്ടികൾ ഒരു പ്ലേസ്മെൻറ്റ് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങോട്ട് പോകരുത് എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അവർ വളരെ ഡെപ്തിൽ സബ്ജക്റ്റ് അറിയാനും ആ സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യാനും ആ സയൻസിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു അവർ പഠിക്കുന്ന സബ്ജക്റ്റിൽ അവർക്ക് കിട്ടുന്ന അറിവുകൾ അത് വരും തലമുറയ്ക്കും അല്ലെങ്കിൽ ലോകത്തിനും പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡും ഉള്ള കുട്ടികളെ ഇങ്ങോട്ട് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും വരാവുള്ളൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കമ്പാരിസണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫീസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഫീസ് ഐസറിൽ ഫീസ് കൂടുതലാണ്. ഐസറിൽ ഫീസ് കൂടുതലായിരിക്കുമ്പോഴും നമുക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് എല്ലാ കുട്ടികളും അതുള്ള കുട്ടികൾക്ക് മാത്രമേ സ്റ്റൈപ്പൻഡ് കിട്ടുകയുള്ളൂ. എല്ലാ കുട്ടികൾക്കും കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഈ പറയുന്ന സ്റ്റൈപ്പൻഡ് കിട്ടുന്നുള്ളൂ. അതേസമയം നൈസറിൽ എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് ഉണ്ട്. അവർ സ്റ്റൈപ്പൻഡിനുള്ള എലിജിബിലിറ്റി എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ 5000 രൂപ നമുക്ക് ഗ്യാരണ്ടീഡാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ നൈസറിൽ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്നതുകൊണ്ട് അല്പം കൂടി സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. തന്നെയുമല്ല ബാർക്കിലേക്കുള്ള ഇൻ്റർവ്യൂ വഴി ഡയറക്റ്റ് ഒരു പ്ലേസ്മെൻറ്റിലേക്ക് അവർക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ സാർ ആദ്യം പറഞ്ഞ പോലെ ഇത് നൈസർ ഇൻടേക്ക് കുറവാണ്, ഒരു ബ്രാൻഡ് വാല്യൂ അത് നമുക്ക് സൂചിപ്പിക്കാം. എങ്കിലും എടുത്തു പറയാമോ വലിയ ഒരു അന്തരവും നമുക്ക് പറയാനില്ല. കമ്പയർ ചെയ്യുകയാണെങ്കിൽ നൈസറിന് ഒരല്പം എഡ്ജ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സാർ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്, നമ്മളൊന്ന് വിലയിരുത്തുവാണെങ്കിൽ ബിടെക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടങ്ങളിലൊക്കെ നമുക്ക് ജോലി കിട്ടുന്നു, ഇത്ര പ്ലേസ്മെൻറ്റ് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിലൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഇല്ല. അതേസമയം ബേസിക് സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അത് പ്രത്യേകിച്ചും നൈസർ പോലുള്ള ക്യാമ്പസുകളിൽ ഈ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ പാക്കേജിൽ ജോലി കിട്ടുന്നു. 18 ലക്ഷം 20 ലക്ഷത്തിലൊക്കെ പാക്കേജിൽ സാലറി കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേനും ഇവർക്ക് എന്ത് ഫീൽഡിലേക്കാണ് ഇവർക്കൊരു പ്ലേസ്ഡായി മാറുന്നത്? അവർ കൂടുതലും R&D ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ്, റിസർച്ച് ഡെവലപ്മെൻറ്റ് വിങ്ങിലേക്കാണ്. കാരണം അവർ വളരെ ഡെപ്തിൽ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയയിൽ അവർക്കൊരു നോളജ് ഉണ്ടായിരിക്കും. അവർ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മൈനർ പ്രോജക്റ്റ് അവർ ലാസ്റ്റ് ഇയർ 1 ഇയർ പ്രോജക്റ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ TFR പോലെയുള്ള സ്ഥാപനങ്ങളിലോ പിന്നെ അബ്രോഡ് പോയി ചെയ്യുന്ന കുട്ടികളുണ്ട്. അതിനൊക്കെ ഫണ്ടിന് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന പാഷനായിട്ടായിട്ടുള്ളവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ പ്രോജക്റ്റുകളും ചെയ്യാനും അതിൻ്റെ ബാക്കിയായിട്ട് റിസർച്ച് ചെയ്യാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അവർ ചെയ്ത പ്രോജക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കമ്പനികൾ ഇവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിസർച്ച് ബേസ്ഡായിട്ടുള്ള പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലും കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള മേഖലയിലേക്കാണ് കൂടുതലും ഇവർക്ക് പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാധ്യത അവർക്കുണ്ട്. പിന്നീട് ചെന്നിട്ട് കൂടുതൽ കുട്ടികളും ഈ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ പോലും ആ കമ്പനിയുടെ റിസർച്ച് വിങ്ങിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോഴും കുറച്ച് പേരെ പ്ലേസ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാറുള്ളൂ. കൂടുതൽ പേരും ഫെലോഷിപ്പ് ലഭിച്ച് വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലും ഉള്ള പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സാർ, ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വിദ്യാർത്ഥി ആകെ 260 പേരേ ഉള്ളൂ. ഏകദേശം 57 പേരോളം CBS മുംബൈ തിരഞ്ഞെടുക്കുന്നു. ഇപ്പം ഞാൻ അവിടെ ചെല്ലുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എൻ്റെ കോഴ്സ് ഇതാണ് അല്ലെങ്കിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഈ സബ്ജക്റ്റ് ആണെന്ന് എപ്പോഴാണ് തീരുമാനിക്കുന്നത്? എനിക്ക് അവിടെ ചെല്ലുമ്പോഴേ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം? നമുക്ക് ആദ്യത്തെ ഒരു വർഷം നമ്മളെല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്കതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ CGPA നോക്കിക്കൊണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ഏതാണോ നല്ലത് എന്ന് 2 കാര്യം. അപ്പം പല കുട്ടികളും ഒരു പർട്ടിക്കുലർ നമ്പർ കുട്ടികൾക്ക് മാത്രമേ ഒരു സ്ട്രീമിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ ഒരു ചെറിയ സ്ക്രീനിങ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് അനുസരിച്ചായിരിക്കും നമുക്കിവിടെ അഡ്മിഷൻ ഏത് വിങ്ങിലേക്കാണ്. അതായത് ഒന്നാമത്തെ വർഷത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഏത് MSc ആണ്. MSc ആണോ MS ആണോ ഉദ്ദേശിക്കുന്നത്? MSc ആണ്, ഇന്റഗ്രേറ്റഡ് MSc ആണ്. അപ്പം BSc ഉണ്ട്, BSc MSc രണ്ടും നമുക്ക് പറയാൻ പറ്റും. സാർ, ഇപ്പോൾ അതേസമയം ഐസറിലേക്ക് വരുവാണെങ്കിൽ 2 വർഷത്തിന് ശേഷമാണല്ലേ ഈ ഒരു 2 വർഷം. അതായത് ഫിസിക്സ് വേണോ കെമിസ്ട്രി വേണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ തന്നെ 2 വർഷം വേണം. IASc 1.5 വർഷം. 1.5 വർഷം. സാർ, ഇത്രയും വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും ഞാൻ ഇത്രയും പഠിക്കുമല്ലേ, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമല്ലേ, അങ്ങനെയാണെങ്കിൽ നൈസറും കൂടെ ഒന്ന് എഴുതിയേക്കാമെന്ന് സ്കോർ ചെയ്തേക്കാമെന്ന് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു നൈസർ എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എന്താണ് അതിൻ്റെ ഒരു എക്സാക്ട് എക്സാം പാറ്റേൺ? JEE അല്പം കൂടി ടഫാണ്
എന്ന് നമുക്ക് പറയാം. ജെഇ നീറ്റിനേക്കാളും ടഫ് എന്ന രീതി ഇതിനേക്കാളും ഇപ്പം കൂടി ടഫാണ്. അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഇല്ല, അത്രയും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. 2024-25 പാസ് ഔട്ടായവർക്കും 26 എഴുതാൻ പോകുന്ന കുട്ടികൾക്കും നൈസർ എഴുതാൻ പറ്റും. പഠിക്കുന്നവർക്കും റിപ്പീറ്റേഴ്സ് ഏജ് ബാറൊന്നുമില്ല, എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 സബ്ജക്റ്റ് എക്സാം ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഈ 4 3 പ്ലസ് ടു പഠിച്ചിരിക്കണം. ഏതെങ്കിലും 3 പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 4 എക്സാം ഉണ്ട്. 4ൽ 20 ക്വസ്റ്റ്യൻ വീതമാണ്. 80 ക്വസ്റ്റ്യൻ വരും. 80 × 3 +3 -1 ആണ്. അതായത് നെഗറ്റീവ് കുറച്ചും കൂടെ ക്രൂഷ്യലാണ്. അതെ, +3 മൈനസ്. അപ്പോൾ 80 × 3 241 വരും. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത, നമുക്ക് ഈ 4 സബ്ജക്റ്റ് എഴുതുന്നുണ്ടെങ്കിലും അതിനകത്ത് ബെസ്റ്റ് 3 ആണ് പരിഗണിക്കുന്നത്. ബെസ്റ്റ് 3 പരിഗണിക്കുന്നുള്ളൂ. ആ ബെസ്റ്റ് 3ക്ക് ഒരു മിനിമം കട്ട് ഓഫ്, ഓരോന്നിനൊരു മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ മിനിമം കട്ട് ഓഫ് ഇപ്പോൾ 4 എഴുതി, 4 മിനിമം കട്ട് ഓഫിന് മുകളിൽ വന്നാലും അതിനകത്തെ ബെസ്റ്റേ എടുക്കുകയുള്ളൂ. ഇനി ഒരെണ്ണം മിനിമം കട്ട് ഓഫിന് താഴെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 2 താഴെ പോയാൽ നമ്മൾ പരിഗണിക്കപ്പെടുക. അപ്പോൾ ബെസ്റ്റ് 3 എടുക്കുന്നത്, കട്ട് ഓഫിന് മുകളിൽ വരുന്ന ബെസ്റ്റ് 3 പരിഗണിക്കും. അതിൻ്റെ സ്കോറാണ് ടോട്ടൽ സ്കോറായിട്ട് വരും. ആ ടോട്ടൽ സ്കോറ് പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജിലാണ് വിലയിരുത്തുന്നത്. നമ്മുടെ റാങ്ക് വരുന്ന പെർസെൻറ്റേജിലാണ്. അപ്പോൾ 95% സാധാരണ ജനറൽ കാറ്റഗറി, 95. OBC ഒരു 90, SC ST ഒക്കെ ആകുമ്പോൾ ഒരു 75. ആ ഒരു രീതിയിലാണ്, പെർസെൻറ്റേജിലാണ് റാങ്ക് പറയാറുള്ളത്. അപ്പോൾ 3 എണ്ണത്തിൻ്റെ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു അട്രാക്ഷനാണ്. 3 സബ്ജക്റ്റേ ഉള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് ജെഇക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നീറ്റിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഒരുപോലെ എക്സാം എഴുതാം. 2 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്. ബയോളജി പഠിച്ചവർ അത് എഴുതുക, മാത്സ് പഠിച്ചവർ അത് കൂടുതൽ അത് എഴുതുക, അറിയാൻ പോവുക. അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനകത്ത്. അതേസമയം CBSE വരുമ്പോഴത്തേനും പാറ്റേണിൽ വല്ല ചേഞ്ചും ഉണ്ടോ? ഈ റാങ്ക് ലിസ്റ്റ് തന്നെയാണ് എടുക്കുന്നത്? റാങ്ക് ലിസ്റ്റ് വേറെ ഉണ്ടാക്കും, പക്ഷേ ഈ രീതിയിൽ തന്നെ. നേരത്തെ അല്പം വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടിനും ആദ്യത്തേന് ഈ നമ്മുടെ നൈസറിലേക്ക് 4 സബ്ജക്റ്റ് 4-ാമത്തേനൊരു മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെന്ന് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. എന്നിട്ട് 3 എണ്ണത്തിൻ്റെ ആയിരുന്നു എടുത്തിരുന്നത്. CBSE 3 എണ്ണം മാത്രം നോക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല. അവിടെ ആ 4-ാമത്തേന് മിനിമം കട്ട് ഓഫ് ഇപ്പം വേണമെന്ന് ഇല്ല. CBSE നേരത്തെ മുതലേ അത് വേണ്ടായിരുന്നു. അതായത് ആ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കി. ഇപ്പോൾ 3 സബ്ജക്റ്റ് ജെഇ പഠിച്ച വിദ്യാർത്ഥികൾ അവരുടെ പാറ്റേണിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എഴുതുക. ശ്രദ്ധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും 2 നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർ ആ 3 സബ്ജക്റ്റുകൾ മാത്രം ആലോചിക്കുക. അതായിരിക്കും ഒരു പക്ഷേ ഒരു ബെറ്റർ ഐഡിയ എന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും ആവശ്യമുള്ളല്ലോ. കാരണം ബെസ്റ്റ് 3 എടുക്കുന്നെങ്കിൽ അടുത്തൊന്ന് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 180 സ്കോർ, 180-ൽ ഏറ്റവും ഉയർന്ന സ്കോർ കിട്ടുന്ന കുട്ടിയായിരിക്കും 100% വരുന്നത്. ഈ ഒരു ചെറിയൊരു സെക്ഷനിലൂടെ നൈസറിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ കരുതുകയാണ്. നൈസറിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ജെഇ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു എക്സാം പാറ്റേൺ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു സ്കീമിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അപ്ലൈ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ബ്രില്യൻ പാല ജെഇ എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ എൻട്രൻസ് എക്സാമുകളെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.